വെൽക്കം ബാക്ക് ടു ഹേസം ബിസി പ്രോഗ്രാംസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് ഈ അൺബോക്സിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ കൂടുതൽ ഈ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കന്ന് ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാൻ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ചെറിയൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു 4 ടൈപ്പ് മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ക്ലാസ് റെക്കോർഡിങ്ങിന് ഒരെണ്ണം, പിന്നെ ഇത് ഒരു കോളർ മൈക്കാണ്. ചെറിയൊരു സബ്രോണിക്സിൻ്റെ ഒരു മൈക്കാണ്. അത്യാവശ്യം ഫോണിലൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് വോയിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു മൈക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ പാടാൻ വേറൊരു മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കീബോർഡ് വായിക്കുമ്പോൾ പാടാനായിട്ട് വേറൊരു മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, JTSൻ്റെ ഒരെണ്ണം. ഇങ്ങനെ ഒരു 4 മൈക്കോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ ഈ മൈക്ക് ഒന്നും പറ്റത്തില്ല. കാരണം അതെല്ലാം USB മൈക്കുകളാണ്. അതേപോലെ തന്നെ സ്റ്റീരിയോ മൈക്കാണ്. അതൊക്കെ ആ ഒരു ഡിവൈസുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫോണിൽ ഉപയോഗിക്കാൻ ഈ മൈക്ക് പറ്റും. പക്ഷേ ഇത് വലിയ ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല കുഴപ്പമില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് മേടിച്ച ഒരു ക്യാമറയാണ്, ക്യാനോണിൻ്റെ R50 എന്ന് പറയുന്നൊരു മോഡൽ വിത്ത് പ്രൈം ലെൻസ്, 50mm ഒരു പ്രൈം ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോസിനൊക്കെ അടിപൊളിയായിട്ട് നല്ല ഷൂട്ട് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്ന സമയത്തൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി കിട്ടുന്ന ഒരു ക്യാമറയാണ്. 4K ആണ്, മിറർലെസ് ക്യാമറയാണ്. ഈ ഒരു ക്യാമറയിൽ എനിക്ക് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം ഒന്നുകിൽ ഇതിൻ്റെ വയേർഡ് മൈക്ക് ഇവിടെ കണക്ട് ചെയ്യണം. അതൊക്കെ നമുക്കൊരു പോരായ്മയാണ് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ക്യാമറയിലും ഫോണിലും എല്ലാം ഒരേപോലെ നല്ല ക്വാളിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്ക് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ അടുത്ത ഇടയ്ക്ക് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ട നല്ല അടിപൊളി ഒരു മൈക്ക്, അതും വയർലെസ് മൈക്കാണ്, ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്തു, ഒരെണ്ണം മേടിച്ചു. അപ്പോൾ ആ ഒരു മൈക്കിന്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വയർലെസ് മൈക്ക് എന്ന് പറയുന്നത്. ഹോളിലാൻഡിന്റെ ലാർക്ക് M2 എന്ന് പറയുന്ന ഈ ഒരു മൈക്കാണ്. കോംബോ കിറ്റായിട്ട് തന്നെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഇതിന് ഓൺലൈൻ പ്രൈസ് വരുന്നത് 18,000 രൂപയാണ്. എനിക്കിത് ഒരു ലക്കിന് 15,000 കിട്ടി. നല്ല ഫ്രഷ് പീസ്, പൊട്ടിക്കാത്ത നല്ല നീറ്റ് സീൽഡ് പീസ് തന്നെ എനിക്ക് കിട്ടി. അത് ക്യാമറയിൽ കണക്ട് ചെയ്യാം, ഫോണിൽ കണക്ട് ചെയ്യാം, അതേപോലെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം. എല്ലാത്തിലും നമുക്ക് ഒരേപോലെ യൂസ് ആവുന്ന കോംബോ കിറ്റ് തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഇതിന്റെ മുകളിലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. അങ്ങനെ ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് ആദ്യമേ നമുക്ക് മെയിനായിട്ടിരിക്കുന്നത് നമ്മുടെ ഇതിന്റെ കേസ് ആണ്. ഹോളിലാൻഡിന്റെ ഈ ഒരു കേസ് ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ക്യൂട്ട് കേസ് ആട്ടോ, വെയിറ്റ്ലെസ് ആണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഐഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ ഇതിന്റെ ഒരു റിസീവർ കണക്ടർ ഉണ്ട്. ഇത് ഐഫോണിന്റെ പിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു കണക്ടറും കൂടെ ഉണ്ട്. ഇത് USB-C ആണ്. ഇത് ആൻഡ്രോയിഡിലും ഏകദേശം 15 കഴിഞ്ഞുള്ള സീരീസിലെല്ലാം നമുക്ക് USB-C പോർട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസീവർ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ വരുന്നത് ഒന്നുമില്ലേ, ഉണ്ട്, ഇതിനടിയിൽ ഇരിപ്പുണ്ട്. ഇതിനകത്തൊരു പേപ്പറും കാര്യങ്ങളും. ഓക്കെ, ഇത് ഞാൻ റിവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട്. അത് കേട്ടോ, We are here for you എന്ന് പറഞ്ഞൊരു അവരുടെ ഒരു ടാഗ് സംഭവം വന്നിട്ടുണ്ട്. പിന്നുള്ളത് ഇത് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു മൈക്കിൽ വെക്കാനായിട്ടുള്ള കണ്ടില്ലേ സ്റ്റിക്കർ, ഇത് ഞാൻ കാണിച്ചുതരാം എന്തിനുള്ളതായിരുന്നത്. ഇങ്ങനെ കുറെ സ്റ്റിക്കർ, ഇമോജീസ് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് യൂസർ മാനുവലും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ബാഗ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒരു സിലിക്ക ജെല്ലി കിടപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പൗച്ച് ഉണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാന്ന്. ഓക്കെ, ഇത് നമ്മുടെ മൈക്കിൽ വെക്കുന്ന ഒരു വിൻ ഫിൽറ്റർ വന്നിട്ടുണ്ട്. രണ്ടെണ്ണം കാണും. 2 എണ്ണം വിൻ ഫിൽറ്റർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതെന്താണ് സാധനം, ഇതേതോ ഓക്കെ, ഇതിന്റെ മാഗ്നറ്റ്, ഈ മാഗ്നറ്റ് ഷർട്ടിലൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന മാഗ്നറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ക്ലിപ്പ്, മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ ഡ്രസ്സിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന സൈസ് 2 ക്ലിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ സാധനം ഒക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ വീഡിയോയിലൊക്കെ. ഇത് ഒരു മാഗ്നറ്റ് സംഭവം തന്നെയാണ്. ഇത് നമുക്ക് കഴുത്തിൽ മാല പോലെ ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ കറക്റ്റ് സൈസ് അനുസരിച്ച് എത്ര വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. കണ്ടോ, സംഭവം ഇങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് ഈ മാഗ്നറ്റിൽ മൈക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇടാം. അങ്ങനെ 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 എണ്ണം ഇങ്ങനത്തെ ടാഗ് വന്നിട്ടുണ്ട്. പിന്നെ USB-A to C ഒരു കേബിൾ കണക്ടർ, ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. ഇതായിരുന്നു നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിരുന്നത്. ഈ ഒരൊറ്റ കാരണം തന്നെയാണ് ഞാൻ ഈ ഒരു മൈക്ക് ചൂസ് ചെയ്യാനായിട്ട് കാരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്യണമെങ്കിൽ, മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ കേബിൾ വേണം.
അതായത് നമ്മുടെ വയർലെസ് മൈക്കിൽ നിന്ന് അതിൻ്റെ റിസീവർ ചെയ്യുന്ന നമ്മുടെ ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാനുള്ള കേബിൾ വേണമായിരുന്നു. അപ്പം ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. എൻ്റെ ഈ ക്യാമറയിൽ വീഡിയോ ചെയ്യാനായിട്ടാണ് കൂടുതൽ ഞാനിത് ചൂസ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇതിനകത്ത് ഈ ഒരു പൗച്ചിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഈ ഒരു കേസിനകത്താണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേസ് വേണ്ട ഓപ്പൺ ആക്കാം. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മുടെ ഹോളി ലാൻഡിന്റെ റിസീവർ എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഓഡിയോ ജാക്ക് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യുന്നതും എല്ലാം ഈ സാധനം വെച്ചിട്ടാണ്. ഇതിൽ നമുക്ക് ഒരുപാട് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ മോണോ സ്റ്റീരിയോ ഓപ്ഷൻ ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്, പിന്നെ USB-C പോർട്ട് ഉണ്ട്, ക്യാമറയുടെ ഓഡിയോ കണക്ട് ചെയ്യാനുള്ള ഒരു പിന്ന് വന്നിട്ടുണ്ട്. ഇത് അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് കണ്ടോ, നമ്മുടെ മൈക്ക് ഇതാണ് കേട്ടോ. 2 മൈക്കാണ് ഇതിലുള്ളത്. ഇതിൽ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ. സ്റ്റിക്കറൊക്കെ കഴിയുമ്പോഴേ ഇതിന്റെ ചാർജ് ചെയ്യുന്ന ആ ഒരു സംഭവം കേസിനകത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് ചാർജ് ആകുന്നത്. അപ്പോൾ ഇതിനകത്ത് അഡീഷണൽ വേറെ മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഡ്രസ്സിൽ ആ പിൻ അത് മറ്റേ തൊപ്പിയിൽ വെക്കാനുള്ള ക്ലിപ്പായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൊരു ബട്ടൺസ് പോലത്തെ ഒരു മാഗ്നറ്റും നമ്മുടെ മൈക്കും വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഒരുമിച്ച് ഡ്രസ്സിലേക്ക് വെച്ചാൽ മതി. പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഇതിൽ തന്നെ ഉണ്ട്, ഒരു യെല്ലോ കളർ. അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും. ഇത് 2 മൈക്കുണ്ട് നമുക്ക് കേട്ടോ. 2 പേര് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് 2 പേർക്ക് നമുക്കിത് ഒരേപോലെ ഡ്രസ്സിൽ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, നമുക്ക് ഇതിനകത്ത് റെക്കോർഡിംഗ് ഇല്ല. മറ്റേ DJ-യുടെ ഒക്കെ മൈക്കുകളിൽ മെമ്മറി കാർഡ് അതിലിട്ടിട്ട് നമുക്ക് അതിൽ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അത് വരുന്നില്ല. ആ ഒരു ഓപ്ഷൻ മാത്രം നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്നില്ല. പക്ഷെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ്. ഇത് നമുക്ക് ഇതില് ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരുന്ന ഓഡിയോയും ഇതിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഓഡിയോയും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ ഈ ഒരു മൈക്കിൽ നിന്നുള്ള ക്വാളിറ്റി സൗണ്ടാണ്. ഇപ്പം ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓൺ അല്ല. ഇതിൻ്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, എന്നാലും നമുക്ക് കിട്ടിയപ്പോൾ ഒരു പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു ബ്ലൂ കളറിലെ ലൈറ്റ് ഇതിൽ കാണാൻ പറ്റും. നമ്മളിത് ഓണാക്കുന്ന സമയത്ത് ബ്ലൂ കളറിലെ ലൈറ്റ് കത്തി കിടക്കും. അപ്പോൾ നമ്മുടെ റിസീവറിനകത്ത് 2 ലൈറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ 2 മൈക്ക് ഓൺ ആണെങ്കിൽ അതിൻ്റെ 2 ലൈറ്റും കത്തിക്കിടക്കും, അല്ലെങ്കിൽ ഒരെണ്ണം മിന്നിക്കൊണ്ടിരിക്കും. ഇനി ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയിസ് ക്യാൻസലേഷനോ കാര്യങ്ങളോ ഒന്നും ഓൺ അല്ല. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ചെറിയ നോയ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിലെ ഈ സിസ്റ്റത്തിൻ്റെ ഫാൻ കറങ്ങുന്ന ചെറിയൊരു സൗണ്ടൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ ജസ്റ്റ് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ കളർ ഓൺ ആവും. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, ഇപ്പം നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ്. മറ്റ് സൗണ്ടുകളെല്ലാം മാറിയിട്ട് നമ്മുടെ വോയിസ് മാത്രം കറക്റ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. മറ്റൊരു ഹസ്കി സാധാരണ എൻ്റെ മറ്റേ സബ്രോണിക്സിൻ്റെ മൈക്കിൽ നിന്നൊക്കെ പറഞ്ഞത് മിക്കവാറും മൈക്കുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണെങ്കിൽ നമ്മുടെ സൗണ്ട് ഒരുമാതിരി ഹസ്കി ചെയ്ത് വെക്കും. എന്താ ഒരു ഇച്ചിരി പമ്മി വെക്കും. ബാസുള്ള സൗണ്ടൊക്കെ ആണെങ്കിലും ഒരു ഇച്ചിരി ഹസ്കി ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണെങ്കിൽ നമ്മുടെ സെയിം ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു വോയിസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആകുന്നത്. നോയിസ് ക്യാൻസലേഷൻ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആവും, ബ്ലൂ കളറാവും. ഇനി ഇതിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മറ്റൊരു ഇതും കൂടെ എനിക്ക് തോന്നിയത്, ഇപ്പോൾ വീഡിയോ നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ ഞാൻ ഡബിൾ ക്ലിക്ക് അടുപ്പിച്ച് ചെയ്യാമെങ്കിൽ നമ്മുടെ വീഡിയോ പോസ് ആവുകയും റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. ഇതിൽ തന്നെ നമുക്ക് അവിടെ വീഡിയോ കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ അവിടെ പോയി പ്ലേ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കും, അങ്ങനെ ഒരു ഇതില്ല. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ആകും. പിന്നെ ഒന്നുകൂടി ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇവിടെ ക്ലോസ് ആവും. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാനിത് മേടിക്കാനുള്ള മെയിൻ കാരണം എനിക്ക് ഫോണിലും മറ്റു കാര്യങ്ങളിലും എല്ലാം യൂസ് ചെയ്യാൻ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ക്യാമറയിൽ യൂസ് ചെയ്യാൻ മാത്രമായിട്ട് എനിക്ക് ഈ ഒരു മൈക്കിൻ്റെ ഒരു സൗകര്യമില്ലായിരുന്നു. കാരണം ക്യാമറയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് ഞാൻ വോയിസ് ഫോണിലോ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വോയിസ് ഓവർ കറക്റ്റ് ടൈം ലൈനൊക്കെ സെറ്റ് ചെയ്ത് അത് എഡിറ്റിങ്ങിന് ഒരുപാട് നമുക്ക് ടൈം വേസ്റ്റ് ആവുന്ന കാര്യമാണ്. അപ്പോൾ അതും കൂടെ ഓർത്താണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു മൈക്ക് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് ക്യാമറയിൽ കണക്ട് ചെയ്തിട്ട് എത്രത്തോളം വോയിസിന് ക്വാളിറ്റി ഉണ്ടാകും, അത് കറക്റ്റായിട്ട് യൂസ് ആവുന്നുണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് അതിനകത്ത് കിട്ടുന്നുണ്ടോ, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ എന്ന് പറയുന്നത് കാനോണിൻ്റെ R50 എന്ന് പറയുന്ന മോഡലാണ്. അപ്പം നമുക്കിതിൽ യൂസ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇവിടെ ആയിട്ടൊരു ഹോൾഡ് ചെയ്യാനുള്ള സംഭവമുണ്ട്. ഇത് ഞാൻ ഊരിയിട്ട് ഇതുണ്ട്, ഇത് നമുക്ക് ഇവിടെ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങോട്ട് ക്യാമറയുടെ മുകളിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് മൈക്കിൻ്റെ ഈ ഒരു പോർട്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. നമ്മുടെ ഈ ഒരു പോർട്ടിലേക്ക് നമുക്ക് ഒരെണ്ണം ഇവിടെയും കൊടുക്കണം. ഓക്കെ, അടുത്തത് ക്യാമറയുടെ ഇവിടെയായിട്ടും കൊടുക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ സെറ്റിങ്സ്. ഇനിയും നമ്മുടെ മൈക്ക് ഓൺ ചെയ്യുക. ഇത്രയും ഓൺ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഈ ഒരു മൈക്ക് ഫോണിൽ ഓണാണ്.
അങ്ങനെ നമ്മൾ ക്യാമറയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ വീഡിയോ മോഡിലേക്ക് ഞാനാക്കി. ഓക്കെ, ഇനിയും ഫോണിലേതിപ്പോൾ ഓണാണ്. നമുക്ക് ഫോണിൽ ക്ലോസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പം നോക്കി, ഇതിനകത്ത് ഫോണിൽ ഞാൻ ഓഫ് ചെയ്ത സമയത്ത് ഇതിനകത്ത് ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം ബ്ലൂ ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ക്യാമറയിൽ ഒരെണ്ണം നമ്മുടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയോ ഇതിൻ്റെ ഗെയിൻ എത്ര വേണമെന്നുള്ളത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഒരുപാട് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കാവേ. ഹലോ, ചെക്ക് 1 2 3, മൈക്ക് ചെക്ക് 1 2 3. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറയിലെ വീഡിയോയിൽ നിന്നാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഒക്കെ നമുക്ക് ഔട്ടിനി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എത്രത്തോളം ഓക്കെ ആണെന്നൊക്കെ നമുക്കിനി അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ക്യാമറയിൽ നിന്നാണ്. നമ്മുടെ ക്യാമറയിൽ ഈ ഹോളി ലാൻഡിൻ്റെ മൈക്ക് കണക്ട് ചെയ്തപ്പോൾ ഉള്ള ഔട്ട്പുട്ട് സൗണ്ട് ക്വാളിറ്റിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോളി ലാൻഡിൻ്റെ മൈക്ക് മേടിച്ചത് എനിക്ക് ഒരിക്കലും ഒരു വേസ്റ്റ് മണിയല്ല. 100% എനിക്ക് യൂസ്ഡ് ആകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തുടർന്നുള്ള എൻ്റെ വീഡിയോസിലെല്ലാം നമുക്ക് ക്ലാസ്സിൻ്റെ വീഡിയോസ് എടുക്കുമ്പോഴായിക്കോട്ടെ, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ, യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പോഴായിക്കോട്ടെ ഒക്കെ എനിക്ക് വളരെ നല്ല യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രയോജനപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒത്തിരിയും പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ വരും. ഇതിപ്പോഴാണ് മേടിക്കുന്നത്, ഇഷ്ടംപോലെ ആൾക്കാർ മേടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരും. ഞാനിപ്പോൾ മേടിച്ചപ്പം ഞാൻ നേരത്തെയൊക്കെ അത്യാവശ്യം കിട്ടുന്ന പ്രോഡക്റ്റൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുമായിരുന്നു. പിന്നീട് ജോലിയുടെ തിരക്കും ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈം പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് ടൈം അങ്ങനെ കിട്ടാറില്ല. അപ്പം ചില സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഞാൻ നമ്മുടെ PC-യുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം തുടർന്ന് ഞാൻ ഇനി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.